നമസ്കാരം. OCI കാർഡ് ഉള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാസ്പോർട്ടുമായി, അതായത് നിങ്ങൾ പുതുക്കിയ പാസ്പോർട്ടുമായി നിങ്ങളുടെ OCI കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. സൈറ്റിൽ കയറി മിസ്സലേനിയസ് സർവീസിൽ കയറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിനകത്ത് കൺഫർമേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അഥവാ അങ്ങനെ ഇമെയിലൊന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് OCIയുടെ വെബ്സൈറ്റിൽ, അതായത് ആ സർവീസ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കാണുവാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും, പുതിയ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, മിസ്സലേനിയസിൽ പാസ്പോർട്ട് പുതുക്കിയപ്പോൾ കൊടുത്ത വിവരങ്ങളായിക്കോട്ടെ, എല്ലാ വിവരങ്ങളും ആ ഒരു പോർട്ടലിൽ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. നിങ്ങൾ റിജക്റ്റഡ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ ആ പാസ്പോർട്ടുമായി ലിങ്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പ്രോബ്ലം എന്ന് നോക്കുക. അങ്ങനെ റിജക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും പുതിയ ആപ്ലിക്കേഷൻ ഇട്ട് ലിങ്ക് ചെയ്യണം. അങ്ങനെ ലിങ്ക് ചെയ്യാത്തവർക്ക് കൊച്ചി എയർപോർട്ടിൽ അവർ പണി കൊടുക്കുന്നുണ്ട്. പണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് അവർ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ പാസ്പോർട്ട് അവർ സ്വൈപ്പ് ചെയ്യുമ്പോൾ OCI തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അവിടെ വരും. പിന്നെ ലിങ്ക് ചെയ്യാത്ത പക്ഷം ഈ ഡീറ്റെയിൽസൊന്നും അവിടെ വരികയില്ല. അതുകൊണ്ട് തന്നെ അവർ ആദ്യം മുതലെല്ലാം മാനുവലി അവർക്ക് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് തോന്നുന്നു ഈ പാസ്പോർട്ട് ലിങ്ക് ചെയ്യാത്തവർക്ക് അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ യാത്രയാണ് എപ്പോഴും വലുത്. നമ്മുടെ അതിനിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കി സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴൊക്കെ പാസ്പോർട്ട് ചേഞ്ച് ചെയ്യുന്നു അപ്പോഴൊക്കെ ആ ഡീറ്റെയിൽസ് നമ്മുടെ പോർട്ടലിൽ കയറി അപ്ഡേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇനി അങ്ങനെ സാധിക്കാത്ത പക്ഷം, അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, അതായത് ഏത് പാസ്പോർട്ടിൽ ഉള്ളപ്പോഴാണോ OCI എടുത്തത് ആ പാസ്പോർട്ട് കൂടെ കൊണ്ടു നടക്കുക യാത്ര ചെയ്യുമ്പോൾ. അതിപ്പോൾ ലിങ്ക് ആയിട്ടുണ്ട് എങ്കിൽ കൂടി ആ പഴയ പാസ്പോർട്ട് കൂടെ വെക്കുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും. കാരണം ആർക്ക് എപ്പോഴും എന്താ തോന്നുന്നത് പറയാൻ സാധിക്കില്ല. അവരവർ വന്നിട്ട് ഇത് ലിങ്കല്ല, ഇത് 100 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പഴയ പാസ്പോർട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അതുകൊണ്ട് OCI കാർഡ് ഉള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുവരെ ലിങ്ക് ചെയ്യാത്തവർ ഉടൻ തന്നെ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ലിങ്ക് ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ട് ഏത് രാജ്യത്തെ ആണെങ്കിലും, UK മാത്രമല്ല, അമേരിക്ക ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ന്യൂസിലാൻഡ് ആയിക്കോട്ടെ, ഏത് രാജ്യത്തെ പാസ്പോർട്ട് ആണെങ്കിലും ഇതെല്ലാം ബാധകമാണ്. അതുകൊണ്ട് UK മാത്രമല്ല ഇത് ബാധകം. നിങ്ങളൊരു OCI കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്കിത് ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനും തിരിച്ചു വരാനും സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ലിങ്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. Goodbye.